പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. കോൺടാക്ട് 0484298067 7902980067. MES കുന്നുകര എഞ്ചിനീയറിംഗ് കോളേജ് നിരവധി ആനുകൂല്യങ്ങളുമായി ജൂലൈ 2 കൊച്ചിയിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ MES നടത്തുന്ന 3 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന കുന്നുകര MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 2 MES കൊച്ചി താലൂക്ക് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ MES എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയാണ്. ഞങ്ങൾക്ക് 200ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, എല്ലാ കോളേജുകളുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സ്കൂളുകൾ എല്ലാം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. നമുക്ക് ഇപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു പ്രതിസന്ധി നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതും ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ചില സ്ഥാപനങ്ങളുടെ അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാം, കുട്ടികളെ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞാൽ മതി നേരെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ അതൊക്കെ എന്താവും എന്ന് നമുക്ക് പറയാൻ വയ്യ. ഇപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് കഴിയുന്നത് ഇവിടുത്തെ പഠിക്കുന്നതിന്റെ ഗുണങ്ങളും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. കുന്നുകര കോളേജ് APJ അബ്ദുൽ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതും AICTE ഡൽഹിയുടെ അപ്രൂവൽ ഉള്ളതും ISO അംഗീകാരം ലഭിച്ചിട്ടുള്ള കോളേജുമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോടനുബന്ധിച്ചുള്ള നാഷണൽ ഹൈവേയിൽ അത്താണി ജംഗ്ഷനിൽ നിന്നും 7 കിലോമീറ്റർ മാറി പറവൂർ റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന സുഗമമായ ഗതാഗത സൗകര്യമുള്ള കോളേജാണിത്. കോളേജിൽ ഉന്നത നിലവാരത്തിൽ നടത്തപ്പെടുന്ന BTech കോഴ്സുകളാണ് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്നിവ. ഒരു പതിറ്റാണ്ടിലേറെയായി മികച്ച അക്കാദമിക് നിലവാരവും സ്തുത്യാർഹമായ പ്രവർത്തന മികവിന്റെയും പിൻബലത്താൽ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നല്ല NSS യൂണിറ്റുള്ള അവാർഡും അതിലുപരി കേരള സാങ്കേതിക സർവകലാശാല നടത്തിയ ടെക് ഫെസ്റ്റിൽ പല വിഭാഗങ്ങളിൽ നിന്നും 1ാം സ്ഥാനം ഉൾപ്പെടെയുള്ള മികച്ച പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുവാൻ കോളേജിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. നല്ല ക്യാമ്പസ് ഉൾപ്പെടെയുള്ള കോളേജാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് കുന്നേരിൽ വർക്ക് ചെയ്യുന്നത്. സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഏറ്റവും വലിയ കാര്യം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ തന്നെയാണ്. കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ പശ്ചിമ കൊച്ചിയിൽ നിന്നും ഒരുപാട് കുട്ടികൾ പല ഭാഗത്തും കൂടി എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല ഓഫ് റോഡ് കൂടിയിട്ട് അവിടെ നിന്നൊക്കെ പഠിപ്പിക്കാൻ പറ്റും. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവിടെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പാൾ, അതിന്റെ മാനേജ്മെന്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ കുട്ടികളോട് ബന്ധപ്പെടുകയും അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഈ പ്രാവശ്യം നൽകിയിട്ടുണ്ട്. അതിനൊരു ഭാഗമാണ് സെക്രട്ടറി പറഞ്ഞത്. കോളേജ് ബസ് എല്ലാ സ്ഥലത്തും ബസിന്റെ ഫീസ് വാങ്ങുന്നുണ്ട്. പക്ഷെ അത് 24,000 രൂപ വാങ്ങണ്ടെന്ന് നോക്കുകയും അത്യാവശ്യം നമുക്ക് വളരെ വേണ്ടപ്പെട്ട നാട്ടിലുള്ള ആളുകൾ വിളിച്ച് പറഞ്ഞാൽ അവർക്കൊക്കെ തന്നെ ഫീസ് എളവ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലും നല്ല മാർക്കുള്ള കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാൻ മുന്നോട്ട് വന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സൗജന്യമായി ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനു പുറമെയായി മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇതര കോളേജുകളിലും നടന്ന ടെക് ഫെസ്റ്റുകളിൽ മികച്ച പുരസ്കാരങ്ങൾ നേടുവാൻ കഴിഞ്ഞ വർഷങ്ങളിലും ഈ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങളാണ് മറ്റൊരു പ്രത്യേകത. ഈ വർഷം നിലവിൽ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 35 പ്രശസ്ത കമ്പനികളിലായി പ്ലേസ്മെന്റ് നൽകുക വഴി ക്യാമ്പസിൽ പഠിക്കുന്ന 90% അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ജോലി നൽകുവാനായി സാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരും. ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കോളേജ് ബസ് സൗകര്യം സൗജന്യമായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്കാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് ഫണ്ട് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും സ്ഥാപനത്തിനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതെടുത്ത് വേറെ വഴിക്കല്ല പോകുന്നത്. ഈ എഡ്യൂക്കേഷൻ പർപ്പസ് തന്നെ ഈ കേരളത്തിലുള്ള പാവക്കുട്ടികൾക്ക് വേണ്ടി
ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ എല്ലാ കോളേജുകളും നല്ല ക്വാളിറ്റിയിലും മെയിൻറ്റെയിൻ ചെയ്യും. കോളേജ് മാത്രമല്ല, സ്കൂളുകളും. ഇപ്പോൾ അത് മാത്രമല്ല, ഈ കോളേജുകളുടെ മുകളിലൊരു ബോഡി ഉണ്ട്. ഇതിന്റെ ക്വാളിറ്റി പെർഫോമൻസ് അനലൈസ് ചെയ്യാനും, അതായത് ഫിനാൻഷ്യൽ പെർഫോമൻസും മാനേജ്മെന്റ് പെർഫോമൻസും അക്കാഡമിക് പെർഫോമൻസും അനലൈസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ബോഡി ഉണ്ട്. എല്ലാ മാസവും കൂടിയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് വേണ്ട രീതിയിലുള്ള അപ്ഡേഷനൊക്കെ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മുടെ സ്റ്റുഡൻസിന് തന്നെയാണ്. മറ്റുള്ള ഏതെങ്കിലും കോളേജായിട്ട് ഇൻഡിപെൻഡന്റ് കോളേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബാക്കപ്പ് അല്ല ഇതിനകത്തുള്ളത്. ഒരു സെൻട്രലി വലിയ സ്ട്രോങ് ആയിട്ടുള്ള ബാക്കപ്പാണ് ഈ സ്റ്റുഡൻസിന് കിട്ടുന്ന ഫെസിലിറ്റീസ്. അത് മാത്രമല്ല, സ്റ്റുഡൻസിന്റെ ആവശ്യമനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മാനേജ്മെന്റ് ചെയ്തു കൊടുക്കാൻ പറ്റും. കോളേജാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അനുസരിച്ച് കേരളത്തിൽ നിന്ന് കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ വിമുഖത കാണിക്കുകയും പുറത്തേക്ക് വേറെ രാജ്യങ്ങളിലേക്കും കേരളത്തിന് പുറമെയുള്ള സ്റ്റേറ്റുകളിലേക്കൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് തടയാൻ ഓരോ സ്ഥാപനങ്ങളും ഓരോ മാനേജ്മെന്റും ചെറിയ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കുട്ടികൾക്ക് കുറെ സൗകര്യങ്ങൾ ഒരുക്കി കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളിവിടെ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. ഈ മീറ്റിംഗിലേക്ക് ദൂരെ നിന്നും വരുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹതപ്പെട്ട പെൺകുട്ടികൾക്ക് താമസവും ഭക്ഷണവും MES ഹോസ്റ്റലിൽ സൗജന്യമായി നൽകുന്നുണ്ട്. ഇതുവഴി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന പെൺകുട്ടികളുടെ പഠനത്തിന് ഗുണകരമാവും. +2 തലത്തിൽ 95% മുകളിൽ മാർക്കോ കീം എക്സാമിൽ 10,000-നകത്ത് റാങ്കുള്ള നിശ്ചിത എണ്ണം വിദ്യാർത്ഥികൾക്ക് കോളേജിന്റെ സ്കോളർഷിപ്പ് വഴി ട്യൂഷൻ ഫീസ് ഈടാക്കാതെ പഠിപ്പിക്കുന്നതാണ്. ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ഏകദേശം 5 ലക്ഷം രൂപയോളം ലാഭിക്കുവാൻ സാധിക്കും. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് വഴി ട്യൂഷൻ ഫീസിൽ ഇളവും നൽകുന്നുണ്ട്. കോളേജിൽ അഡ്മിഷൻ നേടുന്ന പെൺ വിദ്യാർത്ഥികൾക്കായി ആവശ്യമായ സെക്യൂരിറ്റിയോടുകൂടിയുള്ള ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. സംസ്ഥാനത്തെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടുന്ന കോളേജിൽ അഡ്മിഷൻ നേടുകയാണെങ്കിൽ മികച്ച അക്കാദമിക് നിലവാരത്തോടെ പഠനം പൂർത്തിയാക്കുവാനും അതോടൊപ്പം മികച്ച സ്ഥാപനങ്ങളിൽ ജോലി നേടുവാനും കഴിയുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒന്ന് അതിനകത്തുണ്ട്, ഞങ്ങൾ തന്ന നോട്ടിലുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇങ്ങനെ 5 ബ്രാഞ്ചുകൾ. ഈ 5 ബ്രാഞ്ചിനും നല്ല ജോലി സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇക്കൊല്ലം ഞങ്ങളുടെ കോളേജിൽ 36 കമ്പനികൾ ഇന്റർവ്യൂവിന് വന്നു. ഞങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. നിപ്പോൺ ടൊയോട്ട തന്നെ 100 ആൾക്കാരെ എടുക്കണമെന്ന്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ എടുക്കണമെന്ന് വന്നിട്ട് ഞങ്ങൾക്ക് അത്രയും ആൾക്കാരെ കൊടുക്കാനില്ല. വേറെ കോളേജുകളിൽ നിന്നൊക്കെ പിടിച്ചു കൊടുത്തിട്ടും 50% ആയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ ഇഷ്ടംപോലെ നല്ല കമ്പനികൾ ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് വരുന്നുണ്ട്. അതിനൊരു കാര്യം MES എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം. പത്രസമ്മേളനത്തിൽ സെക്രട്ടറി K. അബൂബക്കർ, MA അബ്ദുൽ ഷരീഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ പീത, പ്രൊഫസർ പ്രമേഷ് T, KM ഹസൻ, K. സലീം തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.